മനുഷ്യർക്കിടയിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ബഹുമുഖ പ്രതിഭാസമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. മീനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്: ആശയവിനിമയം, വിപണി, ഉദാരവൽക്കരണം, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിന്റെയും ആഗോള സംയോജനം തുടങ്ങിയവയിൽ ഭൂമിശാസ്ത്രപരമായ അകലത്തിന്റെ പ്രസക്തി കുറയുകയും ആളുകൾ, ചരക്കുകൾ, സേവനങ്ങൾ, ആശയങ്ങൾ, വിവരങ്ങൾ തുടങ്ങിയവ ദേശരാഷ്ട്രാതിർത്തികൾ മറികടന്ന് ഒഴുകുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആശയങ്ങളും വിവരങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പരിധികളില്ലാതെ മറികടക്കാൻ ആഗോളവൽക്കരണം കൊണ്ട് സാധിച്ചു എന്നർത്ഥം. ഈ മാറ്റങ്ങൾ ലോകമെമ്പാടും പുതിയ രാഷ്ട്രീയ സാമൂഹിക ചലനാത്മകതയ്ക്ക് തുടക്കമിട്ടു. ആഗോളവൽക്കരണം ഉണ്ടായി വന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ആരംഭിച്ച സങ്കീർണവും ബഹുമുഖവുമായ ഒരു കൂട്ടം മാറ്റങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നതിനാണ് ആഗോളവൽക്കരണം എന്ന പദം, ആ പ്രതിഭാസത്തെയാണ് ആഗോളവൽക്കരണം എന്ന പദം ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ആ പ്രതിഭാസത്തെ, ആ മാറ്റങ്ങളെ, അതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു തുടങ്ങിയത്. ആഗോളവൽക്കരണം ഉണ്ടായി വന്നതിന്റെ ആഗോളവൽക്കരണം ഉണ്ടാകുന്നതിന്റെ, ഈ പ്രതിഭാസം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി, ശീതയുദ്ധ കാലഘട്ടത്തിന്റെ സവിശേഷതയായി സൂപ്പർ പവർ മത്സരത്തിന്റെ ഫലങ്ങളിലൊന്നാണ് ആഗോള പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത്. 1945 ശേഷമുള്ള സൂപ്പർ പവറുകളുടെ, USA-യുടെയും USSR-ന്റെയും കഴിവുകളും വിഭവങ്ങളും അതിശക്തമായിരുന്നു എന്ന് നമുക്കറിയാം. ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ 2 ധ്രുവ ലോകരാഷ്ട്രങ്ങളും ശ്രമിച്ചതിന്റെ ഭാഗമായി പരസ്പരാശ്രയത്വം ലോകത്തുണ്ടായി. ആ പരസ്പരാശ്രയത്വത്തിന്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. രണ്ടാമതായി, 1990കളുടെ തുടക്കത്തോടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ വ്യാപനവും ആധുനിക ബിസിനസ് സ്ഥാപനത്തിന്റെ അന്തർദേശീയ സ്വഭാവവും ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയെ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് 1990ന്റെ തുടക്കങ്ങളിൽ USSRന്റെ തകർച്ച, കമ്മ്യൂണിസത്തിന്റെ തകർച്ച ആഗോള മുതലാളിത്ത വ്യവസ്ഥയെ കൂടുതൽ ആവിർഭവിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും പുതിയ ഏകീകൃത ലോകക്രമത്തിലേക്ക് ലോകം എത്താനും കാരണമായി. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിന് വലിയ സ്വാധീനം ലോകത്തുണ്ടായി. ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമതായി, ആഗോളവൽക്കരണം സാങ്കേതിക കണ്ടുപിടുത്തങ്ങളാൽ വളരെ സർവോചിതമായിരുന്നു. ആണവായുധങ്ങളുടെ വികസനം, ആസിഡ്മയ, ഓസോൺ പാളികളുടെ തകർച്ച തുടങ്ങിയ ആഗോള മലിനീകരണ പ്രശ്നങ്ങളുടെ ആവിർഭാവം മുതൽ അന്താരാഷ്ട്ര ടെലിഫോൺ ലിങ്കുകൾ, സാറ്റലൈറ്റ് ടെലിവിഷൻ, ഇന്റർനെറ്റ് എന്നിവയുടെ ഒക്കെ വികാസം ഏതായാലും ആഗോളവൽക്കരണത്തെ വലിയ രീതിയിൽ ഉയർച്ചയുടെ പക്കലെത്തിച്ചു. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ആഗോളവൽക്കരണത്തിന് ഒരു പ്രധാന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൂടിയുണ്ട്. അതിന്റെ ഒരു വശം പാശ്ചാത്യ ലിബറൽ രാഷ്ട്രീയ മൂല്യങ്ങളുടെ വ്യാപനമാണ്. ലിബറലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഒക്കെ വലിയ വികാസത്തിന്റെ ഭാഗം കൂടിയാണ്. ചിലപ്പോൾ ലിബറൽ ജനാധിപത്യത്തിന്റെ വ്യാപകമായ വിജയമായി ആഗോളവൽക്കരണത്തെ ചിത്രീകരിക്കപ്പെടുന്നു. കമ്മ്യൂണിസം അവസാനിക്കുകയും 1990കളിൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകൾ തന്നെ അസ്തമിക്കുകയും മുതലാളിത്തത്തിന് ബദലുകളില്ലാതെ വരികയും ചെയ്യുന്ന ഒരു കാലത്ത് തങ്ങളുടെ വിജയം എന്ന് പറയുകയും ഫുക്കിയാമയെ പോലുള്ള വലിയ ചിന്തകന്മാർ എൻഡ് ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മാൻ എന്നാ പറഞ്ഞത്. എൻഡ് ഓഫ് ദ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രം ഇവിടെ അവസാനിക്കുന്നു, ലിബറലിസത്തിന്റെ വിജയത്തോടെ ഇനി ബദലുകളില്ലാതിരിക്കുന്നു, ഇനി ലിബറലിസം മാത്രമായിരിക്കുന്നു, ചരിത്രത്തിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസവും മുതലാളിത്തവും തമ്മിലുണ്ടായിരുന്ന എല്ലാ സമരങ്ങളും അവസാനിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം ഇല്ലാതായിരിക്കുന്നു, ഇനി ലോക ചരിത്രത്തിൽ തന്നെ അവസാനമായിരിക്കുന്നു, ലിബറലിസം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു, എൻഡ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മെൻ എന്നൊക്കെയുള്ള വിശദീകരണം ലോകത്തുണ്ടായി വന്നു. മുതലാളിത്തത്തിന്റെ വിജയമായി, മുതലാളിത്തത്തിന്റെ വിജയം ഇനി ചരിത്രത്തിൽ മുതലാളിത്തം മാത്രം നിലനിൽക്കുന്നു, അതിന്റെ ഒരു വലിയ വിജയമായിട്ട്
ആഗോളവൽക്കരണത്തെ രാഷ്ട്രീയമായി കാണുന്നവരുണ്ട്. അങ്ങനെ ഈ 4 ഘടകങ്ങളെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ആഗോളവൽക്കരണം ഇത്രയും വികാസത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു സമകാലിക രാഷ്ട്രീയ കൺസെപ്റ്റാണ്. ഇതൊരു സമകാലിക രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, പഠിക്കേണ്ട ഏരിയയാണ്. സമകാലിക രാഷ്ട്രീയ തീമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായി ഈ ആഗോളവൽക്കരണം മാറുകയുണ്ടായി. ഇനി ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് ഓരോന്ന് നോക്കാം. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചില സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായി വിദേശ മൂലധനം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിദേശ സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കായി രാജ്യങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നുകൊടുത്തു, ഓപ്പൺ ചെയ്തു കൊടുത്തു എന്നത് ഒന്നാമത്തെ സവിശേഷതയാണ്. രണ്ടാമത്തത് ഉദാരവൽക്കരണം ഉണ്ടായി, ലിബറലൈസേഷൻ. അതോടെ സ്വതന്ത്ര വ്യാപാരത്തിന് അവസരമുണ്ടായി. അതായത് വ്യാപാരത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്ക്, താരിഫ്, വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യപ്പെടുകയും ലിബറലൈസേഷൻ നടക്കുകയും ഉദാരവൽക്കരണം ഉണ്ടാവുകയും വ്യാപാരത്തിന്റെ, വ്യവസായത്തിന്റെ വളരെ ഉദാരമായ സമീപനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതാണ് മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തത് സ്വകാര്യവൽക്കരണം ഉണ്ടായി, പ്രൈവറ്റൈസേഷൻ. ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും ഉടമസ്ഥതയിൽ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം കുറയുകയും സ്വകാര്യ വ്യക്തികൾക്ക് ഉടമസ്ഥത ലഭിക്കുകയും ചെയ്തു എന്നതാണ്. പ്രൈവറ്റൈസേഷനാണ് മറ്റൊരു പ്രത്യേകത. നാലാമത്തെ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനീസ്, ഇവർക്കൊക്കെ വലിയ സ്വാധീനം ലോകത്തുണ്ടാവാൻ തുടങ്ങി. മറ്റൊന്ന് വിവരസാങ്കേതിക വിപ്ലവം, ആശയവിനിമയ രീതികളിൽ മാറ്റങ്ങൾ വരുത്തി. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളുടെ വേഗത്തിലുള്ള ചലനത്തിന് കാരണമായി. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവം തന്നെ ആഗോളവൽക്കരണത്തിന്റെ കാലത്തുണ്ടായി. മറ്റൊന്ന് ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിന്റെ വളർച്ച അതിശക്തമായിട്ട് ഉയർന്നു വന്നു. മറ്റൊന്ന് സാമ്പത്തിക വളർച്ച ലോകത്ത് ഉയർന്നു വന്നതോടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ലോകത്ത് ഉണ്ടായി വന്നു. മറ്റൊന്ന് ആളുകൾ, ചരക്കുകൾ, സേവനങ്ങൾ, ആശയങ്ങൾ, വിവരങ്ങൾ തുടങ്ങിയ അന്തർദേശീയ ബന്ധങ്ങളെ കൂടുതൽ വിപുലമാക്കുകയും തീവ്രമാക്കുകയും ലോകം ഒരു കുടക്കീഴിലേക്ക് വരികയും ചെയ്തു. ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തിന്റെ കോട്ടങ്ങളാണ് ഇനി നോക്കുന്നത്. ദേശരാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കി. ദേശരാഷ്ട്രങ്ങളുടെ നേഷൻ സ്റ്റേറ്റിന്റെ സോവർണിറ്റിയെ ആഗോളവൽക്കരണം ഇല്ലാതാക്കി. ഇതാണ് ഒന്നാമത്തെ കോട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തത് രാജ്യങ്ങളുടെ പ്രാദേശിക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഇല്ലാതാക്കി. മൂന്നാമത്തത് സാമ്പത്തികവും സാമൂഹികമായ അസ്ഥിരത രാജ്യങ്ങളിൽ ഉണ്ടാക്കി. നാലാമത്തത് ദേശീയ സ്വത്വത്തിന്റെ ശോഷണമുണ്ടാക്കി. ദേശീയ ഐഡന്റിറ്റിയുടെ, നാഷണൽ ഐഡന്റിറ്റിയുടെ തകർച്ചയ്ക്ക് കാരണമായി. മറ്റൊന്ന് തൊഴിൽ മേഖലയിൽ വൻപിച്ച പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ഒരു മേഖലയിലും തൊഴിലിന് ഉറപ്പില്ലാതെയായി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ശക്തമായി. മറ്റൊന്ന് ജനങ്ങളുടെ രാജ്യാന്തര ഒഴുക്കും വർദ്ധിച്ചതോടുകൂടി HIV, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ പെരുകി. സമ്പന്ന രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി എന്നതാണ് മറ്റൊരു കോട്ടം. സമ്പന്നർ കൂടുതൽ സമ്പന്നമാവുകയും പാവപ്പെട്ട മനുഷ്യർ, പാവപ്പെട്ട രാജ്യങ്ങൾ വീണ്ടും വീണ്ടും തകർക്കപ്പെടുകയും ചെയ്യുന്നത് ആഗോളവൽക്കരണത്തിൽ ഉണ്ടായി. മറ്റൊരു കോട്ടമെന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രകൃതിക്കും പരിസ്ഥിതിക്കും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിന്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത്. ആഗോള രാഷ്ട്രീയ വ്യവസ്ഥയിൽ തന്നെ വലിയ പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമകാലിക പൊളിറ്റിക്കൽ കൺസെപ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ആഗോളവൽക്കരണം എന്ന ഭാഗം.